നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടിൽ അയ്യപ്പൻകാവിൽ ലോറിയും ബസും ട്രക്കറും കൂട്ടിയിടിച്ച് അപകടം. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് ഫ്രീസ് ചെയ്ത മത്സ്യവുമായി പോവുകയായിരുന്ന മിനി ലോറിക്ക് പിറകിലായി വന്ന ട്രക്കർ ലോറിയിൽ തട്ടുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തമിഴ്നാട് സ്വദേശികളായ സഹോദരിമാർ പിടിയിൽ. മധുര വിനോബച്ചില്ലകൾ സ്വദേശികളായ സിന്താമണിൽ സെൽവി, മീര എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. താനൂരിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. താനൂർ വലിയപാടത്ത് ഇന്ന് രാവിലെ റെയിൽവേ ജീവനക്കാരാണ് ട്രെയിൻ തട്ടി സിന്നി ചിതറിയ മൃതദേഹം കണ്ടത്. ഉടനെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരമറിയിച്ചു. മൃതദേഹം തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ വിദേശമദ്യം പിടികൂടി. തിരൂർ നിയമസഭാ മണ്ഡല പരിധിയിൽ നടത്തിയ പരിശോധനകളിൽ 4 ലിറ്ററും തവനൂർ, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്ന് 6 ലിറ്റർ വീതവുമാണ് മദ്യം പിടിച്ചത്. റെയിൽവേ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നത് കാരണം കുറ്റൂർ റെയിൽവേ ഗേറ്റ് ഈ മാസം രാത്രി 8 മുതൽ 29 വൈകിട്ട് 5 വരെ അടച്ചിടുമെന്ന് റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. വീട്ടുകാരെ ഭീതിയിലാക്കി കിണറ്റിൽ അകപ്പെട്ട മൂർഖൻ പാമ്പിനെ ഡ്രോമ കെയർ പ്രവർത്തകർ പുറത്തെടുത്തു. പൂക്കുത്ത് കൊടിയത്ത് രാധാകൃഷ്ണന്റെ കിണറ്റിൽ നിന്നാണ് ഡ്രോമ കെയർ പ്രവർത്തകർ പാമ്പിനെ പുറത്തെടുത്തത്. പുളിയന്തോടിന് കുറുകെ നിർമ്മിച്ച കിഴക്കുംപാടം അരീക്കര ചിറ സാമൂഹിക വിരുദ്ധർ തുറന്നുവിട്ടതായി പരാതി. എടപ്പറ്റ പഞ്ചായത്തിലെ 13, 15 വാർഡുകളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി നിർമ്മിച്ച ചിറയാണ് കഴിഞ്ഞ ദിവസം രാത്രി തുറന്നുവിട്ടത്. ഇതോടുകൂടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.